മതവിരുദ്ധതയുമായി മുൻ DGP TP സെൻകുമാർ IS-നെയും RSS-നെയും താരതമ്യപ്പെടുത്താനാകില്ലെന്നും 100 കുട്ടികൾ ജനിക്കുമ്പോൾ 42 കുട്ടികളും മുസ്ലിങ്ങളെന്നും സെൻകുമാർ. ഈ രീതിയിൽ പോയാൽ ഭാവിയിൽ ജനസംഖ്യാ ഘടന എന്താകുമെന്നും സെൻകുമാർ. സമകാലികം മലയാളം വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. വിവരങ്ങളുമായി സിജു ചേരുന്നുണ്ട്. സിജു, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിധത്തിൽ അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്? സൗമ്യ, കേരളത്തിലെ മത തീവ്രവാദത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുസ്ലിം സമുദായത്തിന് മേൽ ചാർത്തിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അഭിമുഖമാണ് TP സെൻകുമാർ സമകാലിക മലയാളം വാരികയുടെ ഓൺലൈനിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ വളരെ പ്രസക്തമാകുന്ന ഒരു കാര്യം, സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായിരുന്ന ഒരാളാണ് ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. മത തീവ്രവാദത്തെ നിയന്ത്രിക്കാൻ മുസ്ലിം സമുദായത്തിന് ഉള്ളിൽ നിന്ന് തന്നെ ശ്രമങ്ങൾ ഉണ്ടാകണം. മത തീവ്രവാദം എന്ന് പറയുമ്പോൾ RSS ഇല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ RSS-നെയും ISS-നെയും താരതമ്യപ്പെടുത്താനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല, കേരളത്തിൽ ഇപ്പോൾ 100 കുട്ടികൾ ജനിക്കുമ്പോൾ അതിൽ 42 പേരും മുസ്ലിം കുട്ടികളാണ്. ഇത് ജനസംഖ്യാ ഘടന പരിശോധിക്കുമ്പോൾ ഭാവിയിൽ എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ പോവുകയെന്ന് പരിശോധിക്കണമെന്നും സെൻകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റു കാര്യം, കേരളത്തിൽ അതായത് തികച്ചും സെക്യുലറായ ഒരു മുഖം എന്ന് പറയുന്നത് നേരത്തെ ഹമീദ് ചേന്നമംഗലൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് കേരളത്തിൽ തികച്ചും ഒരു സെക്യുലർ മുഖം എന്ന് പറയാവുന്നത്. നേരത്തെ MN കാരശ്ശേരി ഉണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിനെ കാണാനില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു സമുദായത്തെ മൊത്തം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് സംശയത്തിന്റെ നിലയിലാക്കിക്കൊണ്ട് ഉള്ള പരാമർശങ്ങളാണ്, വിവാദ പരാമർശങ്ങളാണ്. വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ പരാമർശങ്ങളാണ് TP സെൻകുമാർ നടത്തിയിരിക്കുന്നത്. ഇത് ഏറെ പ്രസക്തമാകുന്നത്, TP സെൻകുമാർ എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച മാത്രം സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി സ്ഥാനത്ത് നിന്ന് വിരമിച്ച വ്യക്തിയാണ്. ഏകദേശം 35 വർഷത്തോളം നീളുന്ന പോലീസ് സേനയിൽ സേവിച്ചതിന് ശേഷം വരുന്നു. ആ കാലയളവിൽ അദ്ദേഹം ഈ കണ്ണോടുകൂടി തന്നെ ആയിരിക്കില്ല ഇത്തരത്തിലുള്ള കേസുകളെ സമീപിച്ചിട്ടുണ്ടാവുക, വ്യക്തികളെ സമീപിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ വർഗീയ പരാമർശം വരും ദിവസങ്ങളിൽ വലിയ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തുമെന്നുള്ളത് ഉറപ്പാണ്. അതായത് ഏകപക്ഷീയമായി ഒരു സമുദായത്തെ മാത്രം പ്രതിപക്ഷത്ത് നിർത്തുകയും സംശയത്തിന്റെ നിലയിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സമുദായം ഒന്നടങ്കം ലവ് എന്ന് പറഞ്ഞുകൊണ്ട് അത് സമുദായം ഒന്നടങ്കം നടത്തുന്ന തരത്തിലേക്കുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ലവ് ജിഹാദ് ആളുകളെ, ഒരു മതം മാത്രമാണ് ശരിയെന്ന് ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, ലവ് ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണം എന്നാണ് മുസ്ലിം സമുദായത്തോട് ആകമാനം അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ലവ് ജിഹാദ് ചെയ്യുന്നത് ഒരു വിഭാഗം മാത്രമാണെങ്കിലും മുസ്ലിം സമുദായം ഒന്നടങ്കം ഇത്തരത്തിൽ ലവ് ജിഹാദിൽ ഏർപ്പെടുന്നു, ആളുകളെ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല, എല്ലാം ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെങ്കിൽ ഇങ്ങനെയല്ല പോകേണ്ടതെന്ന് താഴെത്തട്ട് മുതൽ പറഞ്ഞു മനസ്സിലാക്കണമെന്നും സെൻകുമാർ പറയുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹിന്ദു മതവും ഹിന്ദു വർഗീയതയും അതോടൊപ്പം തന്നെ തീവ്രവാദത്തെ സംബന്ധിച്ച യാതൊരു പരാമർശവും അദ്ദേഹം അഭിമുഖത്തിൽ ഉടനീളം നടത്തുന്നുള്ളതാണ് വ്യക്തമായി മനസ്സിലാക്കേണ്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, ഇദ്ദേഹത്തിനെ സംബന്ധിച്ച്, സെൻകുമാറിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹം BJP-യുമായി അടുക്കുകയും കേന്ദ്ര സർക്കാരിലടക്കം നിരവധി സ്ഥാനമാനങ്ങൾ നേടുന്നതുമായി ബന്ധപ്പെട്ട ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ഇദ്ദേഹം നേരത്തെ തന്നെ നടത്തിയ ചില അഭിപ്രായങ്ങൾ വിവാദങ്ങൾ പെടുകയുണ്ടായി. ഏതായാലും വളരെ പരിശോധിക്കേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, DGP അതായത് സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി ഇരിക്കുകയും ഏകദേശം 35 വർഷക്കാലത്തോളം പോലീസ് സേനയുടെ പ്രധാന തസ്തികകളിൽ ഇരിക്കുകയും ചെയ്ത ഒരു വ്യക്തി ഇത്തരത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിന്റെ മുന്നിലെത്തിയിരുന്ന കേസുകളിൽ എന്ത് നിലപാടാണ് കൈക്കൊണ്ടിരുന്നതെന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം, മുസ്ലിം സമുദായം മാത്രമാണ് തീവ്രവാദത്തിന്റെ മൊത്തക്കച്ചവടക്കാർ എന്ന തരത്തിലുള്ള ഒരു പറഞ്ഞു വെക്കലാണ് സെൻകുമാർ ഈ അഭിമുഖത്തിലൂടെ നടത്തിയിരിക്കുന്നത്. അവിടെയാണ് സിജു പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ ഇത്രയും നാൾ ഇങ്ങനെ ഒരു വലിയ പോസ്റ്റിൽ, വളരെ ഉത്തരവാദിത്തം ഉള്ള ഒരു പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇതൊക്കെ ആയിരുന്നു എന്ന ഒരു വലിയ ആശങ്ക കൂടി ഈ അഭിമുഖം പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടെ വ്യക്തമാകുന്ന കാര്യം, മനഃപൂർവ്വം തനിക്കിത് പറയണം എന്നുദ്ദേശിച്ച് തന്നെ അദ്ദേഹം പറഞ്ഞതാണെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കില്ല. നേരത്തെ അഭിമുഖം എടുത്ത വ്യക്തി തന്നെ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഒരു ചോദ്യത്തിന് ഉത്തരം എന്നോണമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന്. സ്വാഭാവികമായും തന്റെ നിലപാട് ഇതാണ് എന്ന് വ്യക്തമാക്കുക കൂടിയല്ലേ അദ്ദേഹം? സൗമ്യ, തീർച്ചയായും നേരത്തെ തന്നെ അഭിമുഖകാരൻ റംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കരുതലോടും കൃത്യമായ ആസൂത്രണത്തോടും മാത്രം മറുപടി പറയുന്ന വ്യക്തിയാണ് TP സെൻകുമാർ. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക ചുമതലകളില്ല, സർവീസിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. ഇത്രകാലം തനിക്ക് പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ, അതായത് സർവീസിലിരിക്കുമ്പോൾ യൂണിഫോം ഇട്ടുകൊണ്ട് പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം പറയുന്നു. അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്, പുറംപൂച്ച് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്.
വളരെ കൃത്യമായി തന്നെ സമുദായത്തെ അല്ലെങ്കിൽ വ്യക്തികളെ, സമൂഹത്തെ ഒരു പ്രത്യേക കണ്ണിലൂടെ മാത്രം നോക്കിക്കാണുകയും ഒരു സമുദായത്തെ മാത്രം ആ പ്രതിസ്ഥാനത്ത് നിർത്തുകയും സംശയത്തിന്റെ നിലയിൽ നിർത്തുകയും ചെയ്യുന്ന സെൻകുമാറിന്റെ നിലപാട് സംശയകരം തന്നെയാണ്. സെൻകുമാർ മുൻകാലത്തെടുത്തിരുന്ന നിലപാടുകൾ അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാലയളവിൽ ബന്ധപ്പെട്ടിരുന്ന കേസുകളിൽ എടുത്തിരുന്ന നിലപാടുകൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ ആ അഭിമുഖത്തിൽ ആ മൊത്തം വായിച്ചു നോക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒരിക്കൽ പോലും ഹിന്ദുമത തീവ്രവാദത്തെയും ഹിന്ദു വർഗീയതയും അതോടൊപ്പം തന്നെ തീവ്രവാദത്തെയും അദ്ദേഹം പരാമർശിക്കാതിരിക്കുകയും മതതീവ്രവാദം എന്നാൽ ഇസ്ലാം മതം നടത്തുന്നതാണ്, മുസ്ലിം സമുദായം നടത്തുന്നതാണ് തീവ്രവാദമെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്ന തികച്ചും വർഗീയമായ ഒരു പരാമർശം. ഇത് അദ്ദേഹത്തിന്റെ നിലപാട് ഒരു പക്ഷേ നേരത്തെ തന്നെ പോലീസ്, അതായത് യൂണിഫോം ഇട്ടവർക്കുണ്ടായിരുന്ന യൂണിഫോമിന് ഉള്ളിലുള്ള കാവ്യവൽക്കരണം എന്ന തരത്തിലുള്ള വിവാദങ്ങളും അല്ലെങ്കിൽ ആരോപണങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഉന്നത തലത്തിൽ നിന്നൊരു ഉദ്യോഗസ്ഥന്റെ നിലപാട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് ഇതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം പോലീസാണ് ഇത്തരത്തിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്? തന്റെ മുന്നിലേക്ക് എത്തുന്ന കേസുമായി എത്തുന്ന ഒരാളിനെ എങ്ങനെയാണ് അദ്ദേഹം കാണുന്നതെന്ന് വർഗീയമായി തന്നെ കാണുന്നു എന്നുള്ള തരത്തിൽ തന്നെ പറയേണ്ടി വരുന്നു. ഏതായാലും ഇസ്ലാം സമുദായത്തെ, മുസ്ലിം സമുദായത്തെ സംശയത്തിന്റെ നിലയിൽ നിർത്തിക്കൊണ്ട് മതതീവ്രവാദത്തിന്റെ മൊത്തക്കച്ചവടക്കാരാക്കി മാറ്റിക്കൊണ്ടുള്ള സെൻകുമാറിന്റെ പരാമർശം വളരെ പ്രതിഷേധങ്ങൾ ക്ഷണിച്ചു വരുത്തിയിരിക്കുകയാണ്. സൗമ്യ, സിജുവാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വേളിയിൽ പിതാവ് 2 മക്കളെ കഴുത്തറുത്തു കൊന്നു. വേളിക്കായലിന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ 2 കുട്ടികളുടെയും മൃതദേഹം കണ്ടെത്തി. കുട്ടികളുടെ പിതാവിന്റേതെന്ന് കരുതുന്ന കൈപ്പത്തിയും കൊലയ്ക്കുപയോഗിച്ചതായി കരുതുന്ന വെട്ടുകത്തിയും സമീപത്ത് നിന്ന് കണ്ടെത്തി. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. ചെമ്പിലോട് സ്വദേശി ഷിബിയുടെ മൃതദേഹത്തിനായി പോലീസ് തെരച്ചിൽ നടത്തുന്നു. കുടുംബ പ്രശ്നങ്ങളാണ് മരണകാരണമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ന് രാവിലെയോടെയാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിന് സമീപത്ത് റെയിൽവേ ട്രാക്കിൽ 2 കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെമ്പിലോട് സ്വദേശിയായ ഷിബിയുടെ മക്കളായ 9 വയസ്സുള്ള ഫെബ, 7 വയസ്സുകാരൻ ഫെബിൻ എന്നിവരാണ് മരിച്ചത്. കഴുത്തറുത്ത നിലയിലാണ് 2 കുട്ടികളുടെയും മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹത്തിന് സമീപത്ത് നിന്നായി ഷിബിയുടേതെന്ന് സംശയിക്കുന്ന കൈപ്പത്തിയും കൊലയ്ക്കുപയോഗിച്ചു എന്ന് കരുതുന്ന വെട്ടുകത്തിയും കണ്ടെടുത്തു. കൊലയാളിയായ ഷിബിയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്നും താഴെ കായലിൽ പതിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. കുടുംബ പ്രശ്നങ്ങളാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് കരുതുന്നത്. മക്കളെ കാണാനില്ലെന്ന് കാട്ടി മാതാവ് ഹന്ന ജോസ് ഇന്നലെ രാത്രി മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു. കൊലപാതകത്തെപ്പറ്റി പോലീസ് വിശദമായി അന്വേഷിക്കുമെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ പറഞ്ഞു. കുട്ടിയുടെ അച്ഛനായിട്ട് പറയുന്ന ആളുടെ ചെറിയ സം ഇഞ്ചുർഡ് പാർട്ട് ഓഫ് ദി ബോഡി ട്രാക്കിൽ കാണുന്നുണ്ട്. ബാക്കിയെല്ലാം അന്വേഷണം നടത്തിയ ശേഷം എന്താണ് അത് അറിയിക്കാം. കുട്ടികളെ ശംഖുമുഖം കടൽ തീരത്ത് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാണ് ഷിബി രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത്. പെയിന്റിംഗ് കോൺട്രാക്ടറാണ് മരിച്ച ഷിബി. ഭാര്യ ഹന്ന ജോസ് തിരുവനന്തപുരം SAP ക്യാമ്പിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാരിയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ നിധിശേഖരമുള്ള B നിലവറ തുറക്കുന്നതിന് തിരുവിതാംകൂർ രാജകുടുംബം അനുമതി നൽകില്ല. രാജകുടുംബത്തിന്റെ സമ്മതത്തോടെ B നിലവറ തുറക്കാനാകില്ല. ഇതുവരെ തുറന്നിട്ടില്ലാത്ത നിലവറ തുറക്കുന്നത് ദേവഹിതത്തിനെതിരാണെന്ന് രാജകുടുംബം. മുൻപ് 7 തവണ B നിലവറ തുറന്നിട്ടുണ്ടെന്ന് മുൻ CAG വിനോദ് റായുടെ കണ്ടെത്തലിനോടും രാജകുടുംബത്തിന് വിയോജിപ്പ്. B നിലവറ തുറക്കുന്നതിൽ രാജകുടുംബത്തിന്റെ അഭിപ്രായം തേടാൻ സുപ്രീം കോടതി അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അമൂല്യ നിധിശേഖരമുള്ള നിലവറ തുറന്നില്ലെങ്കിൽ ദുരൂഹതയേറുമെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ നിലവറ തുറക്കാനാകില്ലെന്ന നിലപാട് അമിക്കസ് ക്യൂറി അറിയിക്കാനാണ് രാജകുടുംബത്തിന്റെ തീരുമാനം. B നിലവറ 7 തവണ തുറന്നിട്ടുണ്ടെന്ന മുൻ CAG വിനോദ് റായുടെ കണ്ടെത്തൽ ശരിയല്ല. നിലവറയുടെ ഭാഗമായ ചെറിയ അറ മാത്രമാണ് തുറന്നതെന്നും രാജകുടുംബം കോടതിയെ അറിയിക്കും. B നിലവറ എന്ന് പറയുന്നത് 2 മുറിയാണ്. അതെ, അതിൽ ആദ്യത്തെ മുറി മാത്രമേ തുറന്നിട്ടുള്ളൂ. മെയിൻ ചേംബർ തുറന്നിട്ടില്ല. അത് നമ്മൾ സുപ്രീം കോടതിയിൽ പറയുന്നു. പിന്നെ അത് സുപ്രീം കോടതി ജഡ്ജിമാരുടെ തീരുമാനം പോലെ ഇരിക്കും, അംഗീകരിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരും ഒരു വിശ്വാസം. കേസ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അഡ്വക്കേറ്റ്സ് സംസാരിച്ചിട്ട് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പോഴേ കേസ് പോസ്റ്റ് ചെയ്തിട്ടില്ല. ചിദംബരം ക്ഷേത്രത്തില് ചിദംബര രഹസ്യം എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ അതിൽ ആൾക്കാർക്ക് തുറന്ന് കാണുക, അത് വർഷങ്ങളായിട്ട് രഹസ്യമായിട്ടിരിക്കുന്ന സാധനമാണ്. അടുത്തയാഴ്ച അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം തലസ്ഥാനത്തെത്തുമ്പോൾ അഭിപ്രായം അറിയിക്കും. മറുപടി ഉടൻ അറിയിക്കണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യുവാവിന് എയ്ഡ്സ് എന്ന് തെറ്റായ പരിശോധനാ ഫലം നൽകിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്തെ ആലിയ ലാബ് പോലീസ് പൂട്ടിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ ഉപരോധത്തെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് പോലീസിന്റെ നടപടി. സംഭവം പീപ്പിൾ TV ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹീമോഫീലിയ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ മലപ്പുറം സ്വദേശിയായ യുവാവിനാണ് ആലിയ ലാബ് എയ്ഡ്സ് ബാധയെന്ന് സ്ഥിരീകരിച്ചത്. രക്തപരിശോധനയിൽ HIV അളവ് 5.32 എന്നായിരുന്നു പരിശോധനാ ഫലം. വീണ്ടും നടത്തിയ പരിശോധനയിൽ ആദ്യ ഫലം തെറ്റാണെന്ന് തെളിഞ്ഞു.
തെറ്റായ പരിശോധനാ ഫലം നൽകിയ ലാബിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ നേതൃത്വത്തിലാണ് ഉപരോധം സംഘടിപ്പിച്ചത്. കോഴിക്കോട് ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം ശക്തമായതോടെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി ലാബ് പൂട്ടിച്ചു. യുവാവിന്റെ പിതാവ് ലാബിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിരുന്നു. ആലിയ ലാബിലെ പരിശോധനയിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടർ വീണ്ടും രക്തപരിശോധനയ്ക്ക് നിർദ്ദേശിച്ചു. ഇതേ തുടർന്ന് മെഡിക്കൽ കോളേജിലടക്കം 3 ഇടങ്ങളിൽ നടത്തിയ രക്തപരിശോധനയിൽ HIV നെഗറ്റീവാണെന്ന് സ്ഥിരീകരിച്ചു. കോഴിക്കോട് ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ മരുമകന്റേതാണ് ആലിയ ലാബ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൾസർ സുനിയെ കാക്കനാട് ജയിലിലെത്തിച്ച് തെളിവെടുക്കുന്നു. ജയിലിലെ ഫോൺ വിളിയുമായി ബന്ധപ്പെട്ടാണ് തെളിവെടുപ്പ്. ജയിലിൽ വെച്ച് ആദർശയെ വിളിച്ചുവെന്ന് സുനി സമ്മതിച്ചു. സിനിമാ മേഖലയിലെ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തിയേക്കും. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഉമേഷ്, തെളിവെടുപ്പ് ഇപ്പോഴും തുടരുകയാണോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? സിനിമാ മേഖലയിലുള്ളവരുടെ കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തുന്നത് തുടരുകയാണ്. അല്പം മുമ്പ് ഒരു തിയേറ്റർ ഉടമയുടെ മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി. കണ്ണൂർ സ്വദേശിയായ ഇജാസിൻ്റെ മൊഴിയാണ് രേഖപ്പെടുത്തിയത്. ദിലീപുമായി പരിചയമുണ്ട് എന്ന കാര്യം സംബന്ധിച്ച കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് തന്നെ വിളിപ്പിച്ചതെന്ന് മൊഴിയെടുക്കലിന് ശേഷം ഇജാസ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇതുകൂടാതെ മറ്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവരുടെയും മൊഴിയെടുക്കുമെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ ഈ നടനുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്താൻ തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. വരും ദിവസങ്ങളിലും മൊഴി രേഖപ്പെടുത്തൽ തുടരും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ പൾസർ സുനി ഉൾപ്പെടെ ജയിലിൽ വെച്ച് ഫോൺ ഉപയോഗിച്ച മറ്റ് പ്രതികളുടെ എല്ലാവരെയും തന്നെ കാക്കനാട് ജയിലിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫോൺ ഉപയോഗിച്ച് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രത്യേകിച്ചും നാദിർഷയെ താൻ ജയിലിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന കാര്യം സുനി അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിട്ടുണ്ട്. മറ്റുള്ളവരും തങ്ങളുടെ കുറ്റം സമ്മതിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പരസ്പര വിരുദ്ധമായാണ് ഇവർ മൊഴി നൽകിയത്. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് അവർ ചോദ്യം ചെയ്യലിൽ സഹകരിച്ചിരിക്കുന്നു. കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളും പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ അന്വേഷണം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. ഈ ഗൂഢാലോചന അധികം വൈകാതെ തന്നെ ഈ ഗൂഢാലോചന തെളിയും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. GSTയിൽ മുന്നൊരുക്കങ്ങൾ വേണമായിരുന്നുവെന്ന് മന്ത്രി AC മൊയ്തീൻ. GST ഏതൊക്കെ മേഖലയെ ബാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള പ്രത്യേക പഠനം നടക്കുന്നു. അതിനുശേഷം ആശങ്കകൾ പരിഹരിക്കുമെന്നും AC മൊയ്തീൻ കോഴിക്കോട് പറഞ്ഞു. ചില ഇനങ്ങളുടെ GST നിരക്കുകളെ സംബന്ധിച്ചിട്ടുള്ള ആക്ഷേപം വരുന്നുണ്ട്. ഞങ്ങളതിന് വ്യവസായ വാണിജ്യ വകുപ്പ്, വ്യാപാരികളുടെയും പ്രശ്നങ്ങൾ ചിലത് വരുന്നുണ്ട്. വ്യവസായ വാണിജ്യ വകുപ്പ് ഏതൊക്കെ മേഖലയിലാണ് അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് ഇപ്പോൾ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ധനകാര്യമന്ത്രി നേരിട്ട് പ്രത്യേക വിഭാഗങ്ങൾ വിളിച്ച് ഇതിൻ്റെ ചർച്ച പരിഹാരം കാണാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. വ്യവസായ വാണിജ്യ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അത്തരം ആളുകളുടെ സംഘടനകളുമായി കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്കുള്ള ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. GST നിലവിൽ വന്നതോടെ അവശ്യ സാധനങ്ങളുടെ വിപണി വില നിയന്ത്രിക്കാൻ കർശന നടപടിയുമായി സർക്കാർ രംഗത്ത്. സപ്ലൈകോ സാധനങ്ങൾക്ക് വില കുറച്ച സർക്കാർ പൊതുവിപണിയിലെ വിലക്കയറ്റം തടയാൻ പരിശോധന കർശനമാക്കാനും തീരുമാനിച്ചു. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ കേന്ദ്ര സർക്കാർ രാജ്യത്ത് GST നടപ്പിലാക്കിയതോടെ കച്ചവട സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാനുള്ള ചില വ്യാപാരികളുടെ നീക്കത്തിനെയാണ് സംസ്ഥാന സർക്കാർ കടിഞ്ഞാണിട്ടിരിക്കുന്നത്. പുതിയ നികുതി സമ്പ്രദായത്തിൽ വിലയിൽ കുറവ് വന്ന സാധനങ്ങൾക്ക് വില കുറച്ച് വിൽക്കാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തീരുമാനിച്ചതോടെ മറ്റു വ്യാപാരികളും അവശ്യ സാധനങ്ങൾക്ക് വില കുറയ്ക്കേണ്ട സാഹചര്യമാണുള്ളത്. പുതിയ നിരക്കനുസരിച്ച് വില കുറഞ്ഞ സാധനങ്ങളുടെ പട്ടികയിൽ പ്രധാനപ്പെട്ടവ ഇവയാണ്. ഗ്രീൻ പീസ് 38 രൂപയിൽ നിന്നും 2 രൂപ കുറഞ്ഞ് 36 രൂപയും, കടുക് 58, റാഗി 36, ചെറുപയർ 69, സാമ്പാർ പരിപ്പ് 70, ഉഴുന്നുപരിപ്പ് 74, പച്ചരി 26 രൂപ 50 പൈസയും കടലയ്ക്ക് 74 രൂപയുമാകും പുതിയ സപ്ലിക്കോ നിരക്കുകൾ. സർക്കാരിന്റെ നടപടി അതുകൊണ്ട് തന്നെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായി വിലപരിശോധന നടത്തുവാനും വകുപ്പുകൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. യുവമോർച്ച പാലക്കാട് ജില്ലാ സെക്രട്ടറി സജിൻ രാജ് തിരുവനന്തപുരത്ത് പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ അന്വേഷണ സംഘം ഇന്ന് ഒറ്റപ്പാലത്തെത്തി. സജിൻ രാജിന്റെ മരണം കൊലപാതകമാണെന്ന് ബന്ധുക്കൾ സംശയമുന്നയിച്ചതിനെ തുടർന്നാണ് കൂടുതൽ അന്വേഷണത്തിനായി സംഘം ഒറ്റപ്പാലത്തെത്തിയത്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം ധാരണയിലേക്ക്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ അലോട്ട്മെന്റ് നടത്തും. ഇതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. ഇത് അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളുമായി സർക്കാർ തിങ്കളാഴ്ച കരാർ ഒപ്പുവയ്ക്കും. അതേസമയം ഫീ റെഗുലേറ്ററി കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചതിൽ പിശക് പറ്റിയതായും അത് തിരുത്തിയതായും ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കി.
ഈ വർഷത്തെ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിന് നീറ്റ് അടിസ്ഥാനത്തിൽ ഉയർന്ന ഫീസ് നിരക്ക് ഫീസ് നിർണ്ണയ സമിതി തീരുമാനിച്ചതിനെതിരെ പ്രതിഷേധം ശക്തിപ്പെടുന്ന സാഹചര്യത്തിലാണ് പുതിയ ഫോർമുല ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. MES കാരക്കോണമടക്കം 8 സ്വാശ്രയ കോളേജുകളാണ് സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഫീസ് ഘടന മുഴുവൻ സീറ്റുകളിലേക്കും സർക്കാർ അലോട്ട്മെന്റ് നടത്തും എന്നതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധന. ഇത് അംഗീകരിക്കുന്ന മാനേജ്മെന്റുകളുമായി സർക്കാർ തിങ്കളാഴ്ച കരാർ ഒപ്പുവയ്ക്കുമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ വ്യക്തമാക്കി. അതുകൊണ്ട് നേരത്തെ നിശ്ചയിച്ചതുപോലെ അതിൽ നിന്ന് ഫീസിൽ ഒട്ടും വർധനവില്ലാതെയും സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ആയിരിക്കും. മുഴുവൻ സീറ്റുകളിലും സർക്കാർ അലോട്ട്മെന്റ് നടത്തും എന്ന നിബന്ധന കൂടി അംഗീകരിക്കുകയാണെങ്കിൽ അവരുമായിട്ട് സീറ്റ് ധാരണയാകാം എന്നുള്ള കാര്യം ഗവൺമെന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ മാനേജ്മെന്റുകൾ ധാരണ അംഗീകരിച്ച് മുന്നോട്ട് വരുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. അതേസമയം 50% സീറ്റിൽ പഴയ ഫീസും ബാക്കിയുള്ള 50% മാനേജ്മെന്റ് NRI സീറ്റിൽ ഫീസ് വർധനവുമാണ് ചില മാനേജ്മെന്റുകൾ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഫീസ് നിശ്ചയിക്കുന്ന സമിതിയെ പുനഃസംഘടിപ്പിച്ചതിൽ പിശക് പറ്റിയെന്നും എന്നാൽ അത് തിരുത്തിയതായും മന്ത്രി പറഞ്ഞു. അതിലെ കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ ഓർഡിനൻസ് പുതിയതാണല്ലോ. ഇപ്പോൾ ആ ഓർഡിനൻസിലുള്ള 10 അംഗങ്ങളെ ചേർത്തില്ല എന്നുള്ളൊരു പെശകുണ്ട്. അത് ഞങ്ങൾ പറയാണ്, അത് അഡ്മിറ്റ് ചെയ്യാണ്. അതെന്ന് വെച്ചാൽ ഒരു ശ്രദ്ധക്കുറവുണ്ടായി എന്നുള്ളത് പറയാണ്. അപ്പോൾ അത് മാറ്റിക്കൊണ്ട് 10 അംഗങ്ങളടങ്ങിയ ഓർഡിനൻസിലെ കമ്മിറ്റി തന്നെ പുനഃസംഘടിപ്പിക്കുകയും ആ കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യണം. അതേസമയം മുഖ്യമന്ത്രി ആരോഗ്യ സെക്രട്ടറിയെ ശാസിച്ചെന്നും ആരോഗ്യമന്ത്രിയായ തന്നെ അതൃപ്തി അറിയിച്ചെന്നുമുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അഞ്ചൽ ഇടമുളയ്ക്കൽ പ്രജീഷ് ഭവനിൽ KG പങ്കജാക്ഷൻ അന്തരിച്ചു. പീപ്പിൾ TV ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് പ്രജീഷ് കൈപ്പള്ളിയുടെ അച്ഛനാണ്. വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ കാരണം ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് നടക്കും. ആറന്മുള മണ്ഡലത്തിൽ സമഗ്ര വികസനത്തിന് തുടക്കമായെന്ന് സ്ഥലം MLA വീണ ജോർജ്. അടുത്ത ശബരിമല സീസണിന് മുൻപ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കും. മഴക്കാലത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിനാൽ മണ്ഡലത്തിൽ പനിയുടെ തോത് കുറവാണെന്നും MLA പറഞ്ഞു. വികസന മുരടിപ്പിൽ വീർപ്പുമുട്ടിയിരുന്ന ആറന്മുള മണ്ഡലത്തിൽ 200 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളാണ് സംസ്ഥാന ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. റോഡ് വികസനത്തിൽ കോഴഞ്ചേരി പാലത്തിന്റെയും കോഴഞ്ചേരി മണ്ണാറക്കുളഞ്ഞി റോഡിന്റെ അടക്കം വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നാണ് വീണ ജോർജ് MLA വ്യക്തമാക്കിയത്. നടപ്പാതയും മലിനജലം പോകാനുള്ള ഓടയും അടക്കം റോഡ് വികസനത്തിൽ വിശദമായി തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോഴഞ്ചേരി പാലം, കോഴഞ്ചേരി മണ്ണാറക്കുളഞ്ഞി റോഡ്, മഞ്ഞനിക്കര ഇലവത്തിട്ട മുളക്കട റോഡ് മികച്ച പ്രവർത്തികളായിട്ട്, അതായത് റോഡിനെ സംബന്ധിച്ചാണെങ്കിൽ നടപ്പാത ഉൾപ്പെടെ ഡ്രെയിനേജ് സൗകര്യം ഉൾപ്പെടെയുള്ള ഏറ്റവും മികച്ച രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കിഫ്ബിയിലാണ് വർക്ക് ചെയ്യുന്നത്. റോഡ് വികസനത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ പുരോഗമിക്കുന്നത് സ്കൂളുകളുടെ കാര്യത്തിലാണ്. അതിനുള്ള പ്രവൃത്തികളും ആരംഭിച്ചിട്ടുണ്ട്. മികവിന്റെ കേന്ദ്രങ്ങളാക്കി സ്കൂളുകൾ മാറ്റുന്നതിന്റെ ഭാഗമായി സ്മാർട്ട് ക്ലാസ് റൂമുകളും തയ്യാറാക്കും. ശബരിമലയോട് അടുത്ത് കിടക്കുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് അനുവദിച്ചിട്ടുണ്ടെന്നും MLA വ്യക്തമാക്കി. അപ്പോൾ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ ബേസ് ഹോസ്പിറ്റലാണ് ജനറൽ ആശുപത്രി. അപ്പോൾ ശബരിമല സീസണിലൊക്കെ കൂടുതൽ അയ്യപ്പന്മാർക്കും ഇവിടെ എത്തുന്നത് ഹൃദയസ്തംഭനം ഉണ്ട്, അല്ലെങ്കിൽ ഹൃദ്രോഗബാധയെ തുടർന്നൊക്കെ എത്തിക്കുമ്പോൾ ഇവിടെ മതിയായ ചികിത്സ നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കിവിടെ കാത്ത് ലാബ് തുടങ്ങുകയാണ്. ഈ ശബരിമല സീസണിന് മുൻപ് ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് സജ്ജീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മഴക്കാലത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്തിയതിനാൽ മണ്ഡലത്തിൽ പനിയുടെ തോത് വളരെ കുറവാണെന്നും വീണ ജോർജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. നിർമ്മാണ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ കെൻസ TMT സ്റ്റീൽ ബാസിന്റെ 25ാം വാർഷികാഘോഷങ്ങൾ കോഴിക്കോട് നടന്നു. വ്യവസായ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കെൻസയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ചും ചടങ്ങിൽ നടന്നു. കെൻസയുടെ മികച്ച ഡീലർമാർക്കുള്ള പുരസ്കാരങ്ങൾ ബ്രാൻഡ് അംബാസഡർ സിനിമാ താരം സിദ്ദിഖ് വിതരണം ചെയ്തു. കെൻസ ചെയർമാൻ PK മൊയ്തീൻ കോയ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹഫീസുള്ള, PK കുഞ്ഞാലിക്കുട്ടി MP എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് വെയർഹൌസിംഗ് കോർപ്പറേഷന്റെയും കൊല്ലം കോർപ്പറേഷന്റെയും സഹകരണത്തോടെ കൊതുക് നിവാരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുളകാടകം ഡിവിഷനിൽ കൊല്ലം MLA മുകേഷ് നിർവഹിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ആനേപ്പിൽ ഡോക്ടർ D സുജിത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ബോർഡ് അംഗം M വിശ്വനാഥൻ, കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ സോണൽ മാർക്കറ്റിംഗ് ആൻഡ് വിജിലൻസ് മാനേജർ A സലീല, G ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ITL ട്രാവൽസ് ഡയറക്ടർ PA അഹമ്മദ് അന്തരിച്ചു. പരേതനായ പനന്തറയിൽ അഹമ്മദ് ഹാജിയുടെയും മറിയമ്മയുടെയും മകനാണ്. പാലക്കാട് മങ്കര സ്വദേശിയാണ്. ഷജീനയാണ് ഭാര്യ. മുഹമ്മദ് മൊഹസിൻ, മുഹമ്മദ് ജമേഷ് എന്നിവർ മക്കളാണ്. അബൂബക്കർ, ബഷീർ, കബീർ, ഡോക്ടർ സിദ്ദിഖ് എന്നിവർ സഹോദരങ്ങളാണ്. ഖബറടക്കം
4-ന് മങ്കര കാരാട്ടുപറമ്പ് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടക്കും. 4.5 സെന്റ് ഭൂമി റീസർവേ ചെയ്യാൻ 3 വർഷമായി കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം മങ്കാട്ടുകടവ് സ്വദേശി ബൽസമ്മ. കൂലിവേല ചെയ്ത് ഒരു ജന്മം കൊണ്ടുണ്ടാക്കിയ തന്റെ സമ്പാദ്യം അളന്നു നൽകാൻ കാട്ടാക്കട താലൂക്ക് ഓഫീസ് കയറി ഇറങ്ങി തളർന്ന് നീതിക്കായി കൈനീട്ടുകയാണ് ഇവർ. സ്വന്തമായുള്ള 4.5 സെന്റ് വസ്തു അയൽവാസിയായ BJP നേതാവ് മതിലുകെട്ടി തിരിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അയൽവാസി തന്റെ ഭൂമി കയ്യേറിയെന്ന് കാട്ടി പഞ്ചായത്തിലും വില്ലേജിലും പോലീസ് സ്റ്റേഷനിലുമെല്ലാം വത്സമ്മ പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് അധികൃതരോ വില്ലേജ് ഓഫീസ് അധികാരികളോ വത്സമ്മയുടെ പരാതിയിന്മേൽ വേണ്ടത്ര നടപടി സ്വീകരിക്കുവാൻ തയ്യാറായില്ല. എന്നാൽ സ്ഥലം പരിശോധിച്ച പോലീസ് വസ്തു അളന്ന് തിട്ടപ്പെടുത്തിയാൽ മതിലിടിച്ചു മാറ്റി വേണ്ടത് ചെയ്യാമെന്ന നിർദ്ദേശം നൽകി. തുടർന്നാണ് 2014-ൽ വത്സമ്മ കാട്ടാക്കട താലൂക്ക് ഓഫീസിൽ തന്റെ ഭൂമി റീസർവേ ചെയ്ത് നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. എന്നാൽ വർഷം 3 കഴിഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കുവാൻ താലൂക്ക് അധികൃതർ ഇതുവരെ തയ്യാറായില്ല. 14 എന്നെ കൊണ്ട് റീസർവേയുടെ പൈസ അടപ്പിച്ചു. പക്ഷേ ഇതുവരെ അവിടെ നിന്ന് ആരും വന്നിട്ടില്ല. പഞ്ചായത്ത് പരാതി കൊടുത്ത് അവരാരും എടുക്കുന്നില്ല, അവരാരും ഇത് ഉൾക്കൊള്ളുന്നില്ല. 3 വർഷം കഴിഞ്ഞെങ്കിലും വത്സമ്മ വീണ്ടും ഈ വർഷം ജൂൺ 15-നും റീസർവേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കാട്ടാക്കട താലൂക്ക് ഓഫീസിനെ സമീപിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും താലൂക്ക് ഓഫീസ് അധികാരികൾ വത്സമ്മയുടെ വസ്തുവിലേക്ക് തിരിഞ്ഞു നോക്കുകയോ അളന്നു തിട്ടപ്പെടുത്തുവാനോ തയ്യാറായിട്ടില്ല. എന്റെ പരാതി ആരും കേൾക്കുന്നില്ല. എന്റെ 30 വർഷത്തെ കഠിനാധ്വാനമാണ് ഈ കിടക്കുന്നത്. എനിക്ക് ഭർത്താവില്ല, എന്നെ സംരക്ഷിക്കാൻ ആ മക്കൾ ഒരു മോനുള്ള ഹാർട്ട് പേഷ്യൻ്റ് ആണ്. സ്വന്തമായൊരു കിടപ്പാടം പോലുമില്ലാത്ത ബൽസമ്മയ്ക്ക് ഈ പ്രായത്തിൽ വീട്ടുവേല ചെയ്ത് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഏക ജീവിതമാർഗം. വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ച ബൽസമ്മ സ്വന്തം ഭൂമിയിൽ ഒരു കൂര വെക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. എന്നാൽ റീസർവേ ചെയ്ത് കിട്ടാത്തതിനാൽ ഒരു വീടെന്ന സ്വപ്നവും ഇതുവരെയും നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല ഇവർക്ക്. വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കി സർക്കാർ മുന്നേറുമ്പോൾ ചില ഉദ്യോഗസ്ഥരുടെ ഇത്തരം ഇടപെടലുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വൻ ഭീഷണി തന്നെയാണ്. ക്യാമറമാൻ അഖിലേഷിനൊപ്പം റിനു ശ്രീധർ, പീപ്പിൾ TV.